മലപ്പുറം വഴിക്കടവിൽ 15-കാരൻ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചതിൽ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് രാഷ്ട്രീയ മറുപടിയുമായി CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ഷൗക്കത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദ് വൈദ്യുത മന്ത്രിയായിരിക്കെ ചാവക്കാട് അച്ഛനും മകനും വൈദ്യുതി കമ്പി പൊട്ടിവീണ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് മറുപടി. അന്ന് തങ്ങൾ അത് രാഷ്ട്രീയ ആയുധമാക്കിയില്ലെന്നും മന്ത്രിയോ പാർട്ടി നേതാക്കളെയോ വഴിയിൽ തടഞ്ഞില്ലെന്നും അബ്ദുൾ ഖാദർ പറയുന്നു. നിലമ്പൂരിൽ കള്ളപ്രചാരണം നടത്തുന്ന ഷൗക്കത്തും UDF നേതാക്കളും മാപ്പ് പറയണമെന്നും KV അബ്ദുൾ ഖാദർ പറഞ്ഞു. 2011 ഓഗസ്റ്റ് 1 ശ്രീ ആര്യടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കെ ചാവക്കാട് തെക്കൻ പാലയൂരിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ തെക്കൻ പാലയൂർ കരുവള്ളി വീട്ടിൽ സുധീഷും മകൻ വാസുദേവും വൈദ്യുതി കമ്പിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചു. സമാനമായ സംഭവമാണ്. ഞങ്ങൾ ഈ കാര്യത്തെ, ഞാനന്ന് അവിടുത്തെ MLA ആണ്, പ്രതിപക്ഷ MLA ആണ്. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ വണ്ടികൾ തടയാൻ പോയില്ല. ഒരു തരത്തിലുള്ള പ്രതിഷേധവും നടത്തിയില്ല. കാരണം അതൊരു അപകടമാണ്. പക്ഷേ സമാനമായ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതാ കിട്ടി ഒരു പിടിവള്ളി എന്ന മട്ടിൽ നടത്തിയത് തികഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള നെറുകേടാണ്. ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും ഇക്കാര്യത്തിൽ മാപ്പ് പറയും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ആര്യടൻ ഷൗക്കത്തിന് മറുപടിയുമായാണ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? 2011 ചാവക്കാട് തെക്കൻ പാലയൂരിൽ ഒരു അച്ഛനും മകനും പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരണപ്പെട്ടിരുന്നു. ഇത് സമാനമായ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലും ഉണ്ടായത്. പക്ഷേ നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയും അതുപോലെ UDFും അതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, നെറിക്കെട്ട ഒരു രാഷ്ട്രീയ കളി അവിടെ കളിക്കുകയാണെന്നാണ് CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങൾക്ക് മുന്നിലും ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ 2011 ഈ അച്ഛനും മകനും പാലയൂരിൽ മരണപ്പെടുന്ന സമയത്ത് അന്ന് അവിടുത്തെ ഗുരുവായൂർ MLA ആയിരുന്നു KV അബ്ദുൾ ഖാദർ. മാത്രമല്ല ഇപ്പോഴത്തെ നിലമ്പൂരത്തെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവായിരുന്നു അന്ന് വൈദ്യുത മന്ത്രി, സംസ്ഥാനത്തെ വൈദ്യുത മന്ത്രി. പക്ഷേ അന്ന് അതൊരു അപകട മരണമായാണ് അന്നത്തെ അവിടുത്തെ MLA ആയിരുന്ന KV അബ്ദുൾ ഖാദറും അന്നത്തെ പ്രതിപക്ഷവും CPMും ഒക്കെ അത്തരത്തിലാണ് കണ്ടത്. രാഷ്ട്രീയ ആയുധം അന്നാക്കിയില്ല, മറിച്ച് അപകട മരണമായി അന്ന് അത്തരത്തിലൊരു ഉൾക്കൊള്ളാൻ ഉള്ളൊരു മനസ്സ് ഇടതുപക്ഷം കാണിച്ചു. പക്ഷേ ഇന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, കള്ളപ്രചരണം നടത്തുകയാണ്, നെറികെട്ട ഒരു രാഷ്ട്രീയ കളി തെരഞ്ഞെടുപ്പിൽ 10 വോട്ടിന് വേണ്ടി കളിക്കുകയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ KV അബ്ദുൾ ഖാദർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്നുള്ള UDF ഒക്കെ ഇപ്പോൾ നടത്തി വരുന്നത്. ഇതെല്ലാം അവിടുത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ കളിയാണെന്നുള്ള രീതിയിലാണ് KV അബ്ദുൾ ഖാദർ പറയുന്നത്. അന്ന് ഈ പാലയൂരിൽ 2011 അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കളുടെയും UDF നേതാക്കളുടെയും വാഹനം തടയാനോ അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ വാഹനം തടയുവാനോ സർക്കാരിനെതിരെ തിരിയുവാനോ അന്ന് ഇടതുപക്ഷവും CPMും അന്ന് തയ്യാറായില്ല, മറിച്ച് അതൊരു അപകട മരണമായി ഉൾക്കൊള്ളാൻ തയ്യാറായി. പക്ഷേ ഇപ്പോൾ ഈ നിലമ്പൂരിൽ നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ കള്ളപ്രചരണമാണ് നടത്തുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ UDF നേതാക്കളും മാപ്പ് പറയണമെന്ന് KV അബ്ദുൾ ഖാദർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ദീപ്തി. ശരി. മലപ്പുറം വഴിക്കടവിൽ 15-കാരൻ മരിച്ചതിൽ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് രാഷ്ട്രീയ മറുപടിയുമായി CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.